ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലെ മിസലീനിയസ് എക്സസൈസിലുള്ള 8th ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് 7 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. 8th ക്വസ്റ്റ്യൻ, prove that tan inverse of 1 by 5 plus tan inverse of 1 by 7 plus tan inverse of 1 by 3 plus tan inverse of 1 by 8 equal to pi by 4. So നമുക്ക് ഈ ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്യണം. ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് pi by 4 എത്തിക്കാം. So this is equal to tan inverse of 1 by 5 plus tan inverse of 1 by 7 plus tan inverse of 1 by 3 plus tan inverse of 1 by 8. 4 ഫംഗ്ഷൻസിന്റെ സം ആണ് LHS ഉള്ളത്. നമുക്ക് ഇതിനെ രണ്ട് പോർഷൻ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഇസ് tan inverse of 1 by 5 plus tan inverse of 1 by 7 എന്നുള്ള ഒരു പോർഷൻ ആൻഡ് tan inverse of 1 by 3 plus tan inverse of 1 by വേറൊരു പോർഷൻ. ഇനി നമ്മൾ ഇതിൽ ഓരോ പോർഷൻ നോക്കുകയാണെങ്കിലും ഇവിടെ tan inverse of 1 by 5 plus tan inverse of 1 by 7 അതൊരു tan inverse of x plus tan inverse of y എന്നുള്ള ഫോം ആണ്. സിമിലർലി ഈ സെക്കൻഡ് പോർഷനും സെയിം ഫോർമാറ്റിലാണ് ഉള്ളത്. tan inverse of x plus tan inverse of y ക്ക് നമ്മൾ ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? tan inverse of x plus tan inverse of y equal to tan inverse of x plus y by 1 minus xy. സോ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് പോർഷനെയും സെപ്പറേറ്റ് സിംപ്ലിഫൈ ചെയ്യാം. സോ tan inverse of 1 by 5 plus tan inverse of 1 by 7 ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു tan inverse of x plus y, അതായത് 1 by 5 plus 1 by 7 divided by 1 minus 1 by 5 into 1 by 7 plus ഈ പോർഷനോ tan inverse of 1 by 3 plus tan inverse of 1 by 8. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ tan inverse of 1 by 3 plus 1 by 8 divided by 1 minus 1 by 3 into 1 by 8 എന്ന് കിട്ടും. This is equal to നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. tan inverse of ന്യൂമറേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 plus 5 divided by 35 whole divided by denominator 35 minus 1 by 35 plus ഈ പോർഷൻ tan inverse of numerator 8 plus 3 by 24 divided by denominator എന്താണ്? 24 minus 1 by 24 equal to ഇവിടെ നമുക്ക് 35 ക്യാൻസൽ ചെയ്യാം. സിമിലർലി ഇവിടെ 24 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്? tan inverse of 7 plus 5 12 by 34 plus tan inverse of 11 by 23. This is equal to tan inverse of 12 by 34 നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 6 by 17 എന്ന് കിട്ടും പ്ലസ് tan inverse of 11 by 23. സോ നമ്മളിപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് tan inverse of 6 by 17 plus tan inverse of 11 by 23 എന്ന് എഴുതി. ഇനി നമുക്ക് ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. ഇത് നോക്കുകയാണെങ്കിൽ എഗെയിൻ ഒരു tan inverse x plus tan inverse y ഫോമിലാണ് ഉള്ളത്. നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? tan inverse of x plus y by 1 minus xy. So this is equal to tan inverse of 6 by 17 plus 11 by 23 divided by 1 minus 6 by 17 into 11 by 23 equal to tan inverse of നമ്മൾ ന്യൂമറേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 325 by 391 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ചെയ്യുന്ന സമയത്ത് 325 by 391 എന്ന് കിട്ടും. ഈക്വൽ ടു tan inverse of 325 by 391 divided by 325 by 391 എന്താണ്? 1. സോ tan inverse of 1 എന്ന് കിട്ടും. നമുക്കറിയാം tan pi by 4 equal to 1 ആണ്. സോ നമുക്ക് ഈ 1ന്റെ സ്ഥാനത്ത് tan pi by 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് is equal to tan inverse of tan pi by 4. tan inverse of tan pi by 4 എന്താണ്? ഈക്വൽ ടു pi by 4. സോ നമ്മൾ tan inverse of 1 by 5 plus tan inverse of 1 by 7 plus tan inverse of 1 by 3 plus tan inverse of 1 by 8 equal to pi by 4 എന്ന് പ്രൂവ് ചെയ്തു. Question number 9. Prove that tan inverse of root x equal to 1 by 2 cos inverse of 1 minus x by 1 plus x where x belongs to open interval 0-1. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻ അതായത് tan inverse of root x ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ ഈ RHS ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാണ് വേണ്ടത്. സോ ലെറ്റ് theta equal to tan inverse of root x. ഇതെങ്ങനെ മാറ്റി എഴുതാം? tan theta equal to root x.
ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. RHS നോക്കുകയാണെങ്കിൽ 1/2 cos inverse of 1 minus x by 1 plus x ഒരു എക്സിന്റെ ടേം ആണ് ഉള്ളത്. നമുക്കിപ്പോ ഇവിടെ tan θ equal to root x എന്നാണ് കിട്ടിയിട്ടുള്ളത്. സോ എക്സിന്റെ ഫോം കിട്ടാൻ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്താൽ മതി. സോ ദിസ് ഇംപ്ലൈസ് tan square theta equal to x. സോ x equal to tan square theta നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ RHS നെ സിംപ്ലിഫൈ ചെയ്യാം. സോ കൺസിഡർ 1/2 cos inverse 1 minus x by 1 plus x equal to 1/2 cos inverse 1 minus x ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പറ്റും? tan square theta 1 minus tan square theta divided by 1 plus x അതായത് 1 plus tan square theta equal to 1/2 cos inverse of ഈ ബ്രാക്കറ്റിനകത്തുള്ള എക്സ്പ്രഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. നമുക്കറിയാം cos 2 theta equal to 1 minus tan square theta by 1 plus tan square theta ആണ്. സോ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് cos 2 theta ന്റെ എക്സ്പ്രഷൻ ആണ്. സോ നമുക്ക് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/2 cos inverse of cos 2 theta equal to 1/2 cos inverse of cos 2 theta എന്താണ്? 2 theta. സോ 1/2 into 2 theta എന്ന് കിട്ടും. 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു theta. theta എന്തായിരുന്നു? tan inverse of root x. സോ നമ്മളിപ്പോ എന്താ പ്രൂവ് ചെയ്തത്? 1/2 cos inverse of 1 minus x by 1 plus x equal to tan inverse of root x. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഇക്വേഷൻ. സോ നമ്മൾ ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 10. Prove that cot inverse of root of 1 plus sin x plus root of 1 minus sin x whole divided by root of 1 plus sin x minus root of 1 minus sin x equal to x by 2 where x belongs to open interval 0 pi by 4. So നമുക്ക് ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യണം. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ടേം നോക്കിയാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഫോം ആണുള്ളത്. നമ്മൾ +1 പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് 1 plus sin x നും 1 minus sin x നും ഒരു ഫോം ഉണ്ടാക്കാം. നമ്മൾ മുന്നേ പ്രോബ്ലംസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ നോക്കാം. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കറിയാം sin 2x equal to 2 sin x cos x ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 plus sin x 1 minus sin x. സോ 1 എന്നുള്ളൊരു ടേം ഉണ്ട്, sin x എന്നുള്ളൊരു ടേം ഉണ്ട്. സോ നമ്മൾ sin x നും 1 നും ഓരോ എക്സ്പ്രഷൻസ് ആണ് നോക്കുന്നത്. സോ sin 2x equal to 2 sin x cos x ആണ് നമുക്കറിയാം. അതിനകത്ത് നമുക്ക് sin x equal to എന്ത് എഴുതാം? 2 sin x by 2 cos x by 2. ആൻഡ് ഓൾസോ നമുക്കറിയാം sin square x plus cos square x equal to 1 ആണ്. ഇവിടെ നമ്മൾ sin x നെ മാറ്റി എഴുതിയ ഫോമിലുള്ള ആംഗിൾ x by 2 ആയതുകൊണ്ട് നമുക്ക് ഈ എക്സ്പ്രഷനെ കറസ്പോണ്ടിംഗ്ലി x by 2 ആംഗിളിലും എഴുതാം. അതായത് sin square x by 2 plus cos square x by 2 equal to 1 നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇവിടെയുള്ള 1 plus sin x ലും 1 minus sin x ലും നമുക്ക് 1 ന്റെ സ്ഥാനത്ത് sin square x by 2 plus cos square x by 2 എന്നും sin x ന്റെ സ്ഥാനത്ത് 2 sin x by 2 cos x by 2 എന്നും കൊടുക്കാം. സോ 1 plus sin x equal to 1 ന്റെ സ്ഥാനത്ത് എന്താണ്? sin square x by 2 plus cos square x by 2. കൺവീനിയൻസിന് വേണ്ടിയിട്ട് അതിനൊന്ന് ജസ്റ്റ് തിരിച്ചിട്ട് cos square x by 2 plus sin square x by 2 എഴുതുന്നുണ്ട്. രണ്ടും സെയിം തന്നെയല്ലേ? പ്ലസ് 1 ന്റെ സ്ഥാനത്ത് നമ്മൾ ഇത്രയും കൊടുത്തു. ഇനി sin x എന്താണ്? 2 sin x by 2 cos x by 2. ഇത് നോക്കുകയാണെങ്കിൽ cos square x by 2 plus sin square x by 2 plus 2 sin x by 2 cos x by 2. ഇത് cos x by 2 plus sin x by 2 whole square ന്റെ എക്സ്പാൻഷൻ അല്ലേ? cos x by 2 plus sin x by 2 whole square എന്താണ്? cos square x by 2 plus sin square x by 2 plus 2 cos x by 2 sin x by 2. അത് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ 1 plus sin x നെ cos x by 2 plus sin x by 2 whole square ന് മാറ്റി എഴുതി. ഇനി 1 minus sin x എന്താ നോക്കാം. 1 minus sin x എന്താണ് ഉണ്ടാവുക? 1 ന്റെ സ്ഥാനത്ത് sin square x by 2 plus cos square x by 2. നമ്മൾ ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ട് cos square x by 2 plus sin square x by 2 എന്ന് കൊടുക്കുന്നു. മൈനസ് sin x. sin x എന്താണ്? 2 sin x by 2 cos x by 2. ഇത് നോക്കുകയാണെങ്കിൽ എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? cos square x by 2 plus sin square x by 2 minus 2 sin x by 2 cos x by 2. ഇത് cos x by 2 minus sin x by 2 whole square ന്റെ എക്സ്പാൻഷൻ ആണ്. സോ നമ്മൾ 1 plus sin x നെ cos x by 2 plus sin x by 2 whole square എന്നും എഴുതി. 1 minus sin x നെ cos x by 2 minus sin x by 2 whole square എന്നും എഴുതി. സോ നമുക്ക് കറസ്പോണ്ടിംഗ്ലി നമ്മുടെ ക്വസ്റ്റ്യനെ മാറ്റി എഴുതാം. സോ cot inverse of root of 1 plus sin x plus root of 1 minus sin x divided by root of 1 plus sin x
minus root of 1 minus sin x equal to cot inverse of root of 1 plus sin x. 1 plus sin x എന്താണ്? cos x by 2 plus sin x by 2 whole square. So root എടുക്കുന്ന സമയത്ത് നമുക്ക് സ്ക്വയർ ഒഴിവാക്കാം. So root of 1 plus sin x ന്റെ സ്ഥാനത്ത് cos x by 2 plus sin x by 2 എന്ന് കൊടുക്കാം. Plus root of 1 minus sin x. 1 minus sin x cos x by 2 minus sin x by 2 whole square ആണ്. So root എടുക്കുമ്പോൾ സ്ക്വയർ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് എഴുതാം? Plus cos x by 2 minus sin x by 2 whole divided by. ഇനി എന്താണുള്ളത്? root of 1 plus sin x. root of 1 plus sin x എന്തായിരുന്നു? cos x by 2 plus sin x by 2 minus root of 1 minus sin x. അതെന്താണ്? cos x by 2 minus sin x by 2 minus of cos x by 2 minus sin x by 2. So നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനെ ഇങ്ങനെ മാറ്റി എഴുതി. So this is equal to, ഇവിടെ നോക്കുകയാണെങ്കിൽ sin x by 2 sin x by 2 ന്യൂമറേറ്ററിൽ ക്യാൻസൽ ആയി. ഡിനോമിനേറ്ററിൽ എന്താണുള്ളത്? cos x by 2 plus sin x by 2 minus cos x by 2 minus minus plus sin x by 2 എന്നാണ് ഉള്ളത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ആവും. സോ ഇവിടെ നമുക്ക് ഏതാ ക്യാൻസൽ ചെയ്യാനുള്ളത്? cos x by 2 cos x by 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു ബാക്കി ഇനി എന്താ ഉള്ളത്? cot inverse of cos x by 2 plus cos x by 2 2 cos x by 2 divided by sin x by 2 plus sin x by 2 2 sin x by 2. ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. So this is equal to cot inverse of cos x by 2 by sin x by 2 എന്താണ്? cot x by 2. So നമുക്ക് cot inverse of cot x by 2 എന്ന് കിട്ടും. cot inverse of cot x by 2 എന്താണ്? x by 2. So നമ്മൾ cot inverse of root of 1 plus sin x plus root of 1 minus sin x divided by root of 1 plus sin x minus root of 1 minus sin x equal to x by 2 എന്ന് പ്രൂവ് ചെയ്തു. Question number 11. Prove that tan inverse of root of 1 plus x minus root of 1 minus x whole divided by root of 1 plus x plus root of 1 minus x equal to pi by 4 minus 1 by 2 cos inverse x where minus 1 by root 2 less than or equal to x less than or equal to 1. ഇവിടെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് tan inverse of something എന്നുള്ള ഫോമിലാണ് ഉള്ളത്. ഈ ബ്രാക്കറ്റഡ് ടേമിനെ നമ്മൾ tan എന്നുള്ള ഫോമിലേക്ക് മാറ്റിയാൽ ഇവിടെ നമുക്ക് tan inverse tan of something എന്നുള്ള ഫോമിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് RHS ലേക്ക് ഈസി ആയിട്ട് എത്തിക്കാം. സോ അതിനു വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. സോ ലെറ്റ് x equal to cos 2 theta. x ന് cos 2 theta എന്ന് കൊടുക്കാം. ഇതിന് എന്ത് കിട്ടും? cos inverse x equal to 2 theta. ഒന്ന് അറേഞ്ച് ചെയ്താൽ theta equal to 1 by 2 cos inverse x നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യം യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? tan inverse of root of 1 plus x minus root of 1 minus x whole divided by root of 1 plus x plus root of 1 minus x equal to tan inverse of root of 1 plus x ന്റെ സ്ഥാനത്ത് cos 2 theta minus root of 1 minus x അതായത് 1 minus cos 2 theta whole divided by root of 1 plus cos 2 theta plus root of 1 minus cos 2 theta. സോ നമ്മൾ x equal to cos 2 theta എന്നുള്ള കാര്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഇവിടെ 1 plus cos 2 thetaയ്ക്കും 1 minus cos 2 thetaയ്ക്കും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട് cos 2 theta equal to 2 cos square theta minus 1 ആണ്. ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 plus cos 2 theta equal to 2 cos square theta നമുക്ക് കിട്ടും. സോ 1 plus cos 2 theta ന്റെ സ്ഥാനത്ത് നമുക്ക് 2 cos square theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this is equal to tan inverse of root of 1 plus cos 2 theta ന്റെ സ്ഥാനത്ത് 2 cos square theta minus root of 1 minus cos 2 theta ക്ക് നമ്മൾ സിമിലർ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കും. whole divided by root of 1 plus cos 2 theta ന്റെ സ്ഥാനത്ത് 2 cos square theta plus root of 1 minus cos 2 theta ന്റെ എക്സ്പ്രഷൻ എന്താ നമുക്ക് നോക്കാം. again നമ്മൾ cos 2 theta ന്റെ എക്സ്പ്രഷൻ തന്നെയാണ് നോക്കേണ്ടത്. നമ്മൾ cos 2 theta ക്ക് 1 minus 2 sin square theta എന്നൊരു എക്സ്പ്രഷൻ കൂടി പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ cos 2 theta നെ ഒന്ന് റൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് sin square theta നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്താ കിട്ടുക? 2 sin square theta equal to 1 minus cos 2 theta. സോ നമുക്ക് 1 minus cos 2 theta ന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 sin square theta. സോ നമുക്ക് അതോടെ കൊടുക്കാം. root of 1 minus cos 2 theta ന്റെ സ്ഥാനത്ത് 2 sin square theta. This is equal to tan inverse of root 2 into root of cos square theta cos theta minus root 2 into root of sin square theta sin theta.
divided by root 2 into root of cos square theta cos theta plus root 2 into root of sin square theta sin theta equal to നമ്മൾ പറഞ്ഞു നമുക്ക് ബ്രാക്കറ്റ് ടേമിനെ ടാനിന്റെ ഫോമിലേക്ക് മാറ്റാണ് വേണ്ടത്. സോ നമ്മൾ ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നുള്ള ഫോമിൽ ടാൻ തീറ്റ കിട്ടും. ഒരു റൂട്ട് 2 എക്സ്ട്രാ ഉണ്ട്, അതുകൂടി ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ട് 2 കോസ് തീറ്റ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഇസ് ഡിവൈഡ് ബൈ റൂട്ട് 2 കോസ് തീറ്റ. എന്താണ് ഉണ്ടാവുക? ടാൻ ഇൻവേഴ്സ് ഓഫ് root 2 cos theta divided by root 2 cos theta 1 minus root 2 sin theta divided by root 2 cos theta. root 2 cancel ആവും, ബാക്കി sin theta by cos theta എന്തുണ്ടാവും? tan theta divided by root 2 cos theta by root 2 cos theta 1 plus root 2 sin theta by root 2 cos theta. root 2 cancel ആയിട്ട് ബാക്കി sin theta by cos theta tan theta. So നമുക്ക് tan inverse of 1 minus tan theta by 1 plus tan theta എന്ന് കിട്ടി. ഈ ബ്രാക്കറ്റിനകത്തുള്ളത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷന്റെ ഏകദേശം ഫോമിലാണ് ഉള്ളത്. നമുക്കറിയാം tan of a minus b equal to tan a minus tan b whole divided by 1 tan a tan b ആണ്. സോ നമുക്ക് ഈ ഒരു ഫോമിനെ, ബ്രാക്കറ്റിനകത്തുള്ള ടേമിനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതാം. ഇവിടെ 1 നമുക്ക് tan pi by 4 എന്ന് എഴുതിക്കൂടെ? tan pi by 4 equal to 1 ആണ്. സോ ഇത് നമുക്ക് എന്ത് എഴുതാം? tan inverse of tan pi by 4 minus tan theta. സോ ഈ ഒരു ഫോമിലേക്കുള്ള ന്യൂമറേറ്റർ ഓക്കെ ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇനി tan a tan b എന്നുള്ള ഫോമിൽ വേണം. നമ്മളിപ്പോ tan a ആയിട്ട് നമുക്ക് tan pi by 4 ആണുള്ളത്. സോ നമ്മൾ ഇവിടെ നമുക്ക് ജസ്റ്റ് tan pi by 4 into tan theta എന്ന് എഴുതിക്കൂടെ? കാരണം tan pi by 4 ന്റെ വാല്യൂ 1 ആണ്. സോ നമ്മൾ ഇവിടെ tan pi by 4 എന്ന് എഴുതിയാൽ ഇത് മീൻ ചെയ്യുന്നത് 1 എന്നാണ്. സോ 1 into tan theta തന്നെയാണ്. സോ നമുക്ക് ഇവിടെ tan theta ക്ക് പകരം tan pi by 4 into tan theta എന്ന് കൊടുക്കാം. Is equal to tan inverse of ബ്രാക്കറ്റിനകത്ത് എന്താണുള്ളത്? tan pi by 4 minus tan theta by 1 plus tan pi by 4 into tan theta. അത് ഏത് ഫോമിലായി? ഇപ്പം tan pi by 4 minus theta. So tan inverse of tan pi by 4 minus theta എന്താണ്? pi by 4 minus theta. And നമ്മുടെ theta എന്താണ് ഇവിടെ? Theta equal to 1 by 2 cos inverse of x. ഇതന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമ്മൾ tan inverse of root of 1 plus 6 minus root of 1 minus 6 whole divided by root of 1 plus 6 plus root of 1 minus 6 equal to pi by 4 minus 1 by 2 cos inverse of x എന്ന് പ്രൂവ് ചെയ്തു. Question number 12. Prove that 9 pi by 8 minus 9 by 4 sin inverse 1 by 3 equal to 9 by 4 sin inverse of 2 root 2 by 3. സോ ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ് ചെയ്യേണ്ടത്. LHS equal to 9 pi by 8 minus 9 by 4 sin inverse 1 by 3. ഇവിടെ രണ്ട് ടേമിലും ഒരു 9 by 4 കോമൺ ഇല്ലേ? സോ നമുക്ക് ഒരു 9 by 4 കോമൺ എടുക്കാം. 9 by 4 കോമൺ എടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക? pi by 2 minus sin inverse 1 by 3. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് sin inverse x plus cos inverse x equal to pi by 2 ആണ്. സോ എക്സിന് നമ്മൾ 1 by 3 എന്ന് കൊടുത്താൽ നമുക്ക് sin inverse 1 by 3 plus cos inverse 1 by 3 equal to pi by 2 എന്ന് കിട്ടും. ഇവിടെ pi by 2 minus sin inverse 1 by 3 ആണുള്ളത്. ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ cos inverse 1 by 3 equal to pi by 2 minus sin inverse 1 by 3 എന്ന് കിട്ടൂലേ? സോ നമുക്ക് ഇവിടെ pi by 2 minus sin inverse 1 by 3 ന്റെ സ്ഥാനത്ത് cos inverse 1 by 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. This is equal to 9 by 4 into pi by 2 minus sin inverse 1 by 3 cos inverse 1 by 3. സോ നമ്മൾ LHS നെ ഇങ്ങനെ മാറ്റി എഴുതി. Let it be equation 1. ഇത് നമുക്ക് equation 1 cos inverse 1 by 3 ക്ക് ഒരു theta എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. So let theta equal to cos inverse 1 by 3. ഇതെങ്ങനെ മാറ്റി എഴുതാം? cos theta equal to 1 by 3. cos theta equal to 1 by 3 ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിംഗ്ലി sin theta ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? This implies sin theta equal to root of 1 minus cos square theta അല്ലേ sin theta equal to root of cos theta 1 by 3. So cos square theta 1 by 9 equal to root of cross multiply ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? 9 minus 1 by 9 equal to root of 8 by 9 equal to root of 8 നമുക്ക് 2 into 4 എന്ന് എഴുതിക്കൂടെ? So 2 into 4 by 9 equal to root 2 into root 4 എന്താണ്? 2 divided by root 9 3. So നമുക്ക് sin theta equal to
2√2/3 എന്ന് കിട്ടി. നമ്മൾ സൈൻ തീറ്റനെ സിംപ്ലിഫൈ ചെയ്തിട്ട് 2√2/3 എന്ന് എഴുതി. ഇതിനെ നമുക്ക് മാറ്റിയിട്ട് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2√2/3 എന്ന് എഴുതിക്കൂടെ? രണ്ട് സൈഡും സൈൻ ഇൻവേഴ്സ് കൊണ്ട് കോമ്പോസിഷൻ ചെയ്യുമ്പോൾ. സോ നമുക്ക് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2√2/3 എന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/3 എന്ന് അറിയാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡും ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് 1/3 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2√2/3 എന്ന് എഴുതാൻ പറ്റും. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/3 ആണ് ആൻഡ് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2√2/3 ആണ്. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്തിട്ട് കോസ് ഇൻവേഴ്സ് 1/3 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2√2/3 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇക്വേഷൻ 1ലെ കോസ് ഇൻവേഴ്സ് 1/3ക്ക് സൈൻ ഇൻവേഴ്സ് 2√2/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 9/4 സൈൻ ഇൻവേഴ്സ് ഓഫ് 2√2/3. സോ LHS ഈക്വൽ ടു 9/4 സൈൻ ഇൻവേഴ്സ് ഓഫ് 2√2/3 എന്ന് കിട്ടി, വിച്ച് ഇസ് അവർ RHS. സോ നമ്മൾ LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്തു. സോ ഈ ഇക്വേഷന്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മിസലേനിയസ് എക്സസൈസിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. താങ്ക്